ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു സോളോ മാച്ചാണ്. ടെറ മാപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ടർബൈനിലോട്ട് ഇറങ്ങാനാണ് പോകുന്നത്. അങ്ങോട്ട് ചെന്ന് അപ്പോഴേ കൂടുതൽ എനിമിയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിയ ഉടനെ അടിച്ചിടാനായിട്ടാണ് പ്ലാൻ. അപ്പോൾ അവിടെ ഇറങ്ങി ആ ഒരു വീട് കണ്ട, ആ ഒരു ബ്ലാക്ക് റൂഫുള്ള ആ ഒരു സംഭവത്തിൻ്റെ മേളിൽ ഇറങ്ങിയിട്ട് വലിയ ഗണ്ണെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് എന്നെ അങ്ങ് അടിച്ചു തീർക്കാനായിട്ടാണ് പ്ലാൻ. പെട്ടെന്ന് എനിക്കാദ്യം ഗണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ കൊള്ളായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് തവണ റിവൈവ് ആയതാണെന്നാണ് ഞാൻ തോന്നുന്നത്. ഈ മാച്ച് റെക്കോർഡ് ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ അവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വലിയ ഗണ്ണൊന്നും എന്തായാലും കിട്ടത്തില്ല, അതിനകത്ത് വലിയ ഗൺസൊന്നും കാണത്തില്ല. ഇച്ചിരിയേ കാണത്തുള്ളൂ. ഇത് വെച്ച് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഗൈസ് കണ്ട് അവനവിടെ വന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ട് വിട്ടിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഫ്രണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടാകണേന്നൊക്കെ നല്ല അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. ഒരു AK-47 അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം അവനെ അടിച്ചിടാനായിട്ടുള്ള ഗൺസ് ഒക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവനവിടെ വന്നിട്ട് അവനവൻ്റെ തോംസൺ നല്ല ഗൺസായിരുന്നു ഗൈസ്. അവനവൻ്റെ തോംസൺ അവിടെ ഇട്ടിട്ട് അത് എടുത്തോളം പറയാണ് ഗൈസ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ തോംസൺ കിട്ടിയാൽ അത് അഡ്വാൻറ്റേജ് ആണ്. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോൺ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. എന്നാലും അവൻ്റെ തോംസൺ എനിക്ക് തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഇവിടുന്ന് പതിയെ പതിയെ മേളിലോട്ടങ്ങ് കയറാൻ നോക്കണം. പിന്നെ എന്തെങ്കിലും എനിമീസ് വരുവാണെങ്കിൽ അടിച്ചങ്ങോട്ട് തീർക്കണം. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് ലൂട്ട്, ഒരു സൂപ്പർ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഒരു ബാഗും ജസ്റ്റ് അത് കിടപ്പുണ്ട്, നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടങ്ങ് പോവാം. ആ ഗ്രേവ്ലാസാറിൻ്റെ കേസ് അവിടെ ഒരുത്തനാണ് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് പോയി അവനെ തീർക്കാമെന്ന് കരുതി. ഓക്കെ, ഈ AK-47 എടുത്ത് മാറ്റിയിട്ട് ഞാൻ SVD എടുത്തു കേസ്. അപ്പോൾ SVD എങ്ങനെയുണ്ടെന്ന് നോക്കാം. SVD നല്ലതായിരിക്കും അല്ലേ? AK ആണോ തോംസൺ എടുത്ത് മാറ്റിയെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും അവന് അടിച്ചങ്ങ് തീർക്കണം. അടിച്ച് കില്ല് ചെയ്തിട്ടുണ്ട്. ബോഡി ഡാമേജ് ആണെങ്കിലും കുഴപ്പമില്ല, കില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ സൂപ്പർ മെഡിക്കറ്റ് കാര്യങ്ങളിലൊക്കെ അടിച്ച് പവർ കാണിക്കാം. ഓക്കെ, നമ്മുടെ സൂപ്പർ മെഡിക്കറ്റ് അടിക്കണം. ഇവിടെ നിന്ന് മെഡിക്കറ്റ് അങ്ങ് അടിക്കാം. അവിടെ എങ്ങനെ എനിമി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മാക്സിമം ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മാക്സിമം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫാസ്റ്റ് കയറും. ഓക്കെ, ഞാൻ ഈയിടെ മാച്ചസ് കളിക്കുമ്പോഴത്തേക്കാണ് ഗൈസ്, അതായത് വേറെ മാച്ചും കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മാച്ചാണ്, നെക്സ്റ്റ് മാപ്പ് തന്നെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്കിൽ കോമ്പിനേഷനും കൂടെ ഞാൻ റിവീൽ ചെയ്യാമെന്ന് തംബ്നെയിലിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് റിവീൽ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ കയ്യിൽ മറ്റേ നല്ലൊരു സ്കില്ല് കോമ്പിനേഷനാണ്. അതായത് AK-47 എല്ലാം റീകോയിൽ, അതായത് ആക്യുറസി നല്ല രീതിക്ക് കൂടുന്ന ഒരു സ്കിൽ കോമ്പിനേഷനാണ് ഗൈസ്. റേഞ്ചിലെ എനിമീസിനെ നല്ല അവന്മാരറിഞ്ഞില്ലെങ്കിൽ AK ഒക്കെ വെച്ച് ഒരൊറ്റ സെക്കൻഡ് കുത്തിപ്പിടിച്ചാൽ മതി ഗൈസ്, അപ്പോഴത്തേക്ക് അവൻ വടിയാവും. അങ്ങനത്തെ ഒരു സ്കിൽ കോമ്പിനേഷനാണെന്ന് പറയാൻ പോകുന്നത്. അഥവാ അതിന് ഗ്ലുവാൾ ഇട്ടാലും അതിനകത്തൂടെ അടിക്കാൻ പറ്റും. അതായത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാരക്ടർ സ്കില്ലായിട്ടുള്ള നമ്മുടെ ആക്റ്റീവ് സ്കില്ല് പറയാം ഗൈസ്. അതാണ് ഐറിസ് വാൾ ബ്രൗൾ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിക്ക ആൾക്കാരും ആ ഒരു ക്യാരക്ടേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐറിസ് ഒന്നിടണം. പിന്നെ വേറെ മെയിനായിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേരാണ് ലോറ. ആ ക്യാരക്ടറിനെയും കൂടെ പെട്ടെന്ന് വെച്ച് ഇടണം. ഓക്കെ, ആ ഒരു ക്യാരക്ടറിനെ ഇടുവാണെങ്കിൽ നിങ്ങൾ സ്കോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്യുറസി നല്ല രീതിയിൽ കൂടും. ഓക്കെ, പിന്നെ വേറെ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ മാറു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഗൈസ്. മാറു എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എനിമീസിന് എത്ര ദൂരെയാണോ ആ ഒരു എനിമീസ് അത്രയും ദൂരെയാണെങ്കിൽ നമ്മുടെ ഡാമേജ് എത്ര വെച്ച് കുറയുന്നോ അതിനനുസരിച്ച് നമുക്ക് അവന്മാർക്ക് ഡാമേജ് കൂട്ടി കൊടുക്കാൻ പറ്റും ഗൈസ്. അതാണ് മാറുവിൻ്റെ സ്കില്ല്. പിന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതേതായിരുന്നു? വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഗൈസ്. ആ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഹയാട്ടോ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഹയാട്ടോ നമ്മുടെ ആർമർ പെനിട്രേഷൻ നന്നായിട്ട് കൂട്ടും.
ഹയാട്ടോ അല്ലെങ്കിൽ വേറെ കുറെ ക്യാരക്ടേഴ്സിനെ ഇടാം ഗൈസ്. അവിടെ നിങ്ങൾക്ക് HP കിട്ടുന്ന ക്യാരക്ടറാണോ അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിനെ ഇടാൻ പറ്റും. ഈ 2 ക്യാരക്ടറാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഹയാട്ടോ ഇടുന്നെങ്കിൽ ഹയാട്ടോ ഇട്ടോ ഗൈസ്. അതാണെങ്കിൽ അവേക്കണും കൂടെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എനിമീസിനെ കണ്ടുപിടിക്കണമെങ്കിൽ മോക്കോ ഇടുവാണെങ്കിൽ നിങ്ങൾ എനിമീസ് നിങ്ങൾ അങ്ങോട്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ എനിമീസിനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എയർ ഡ്രോപ്പ് പെട്ടെന്ന് ഒന്ന് തീർന്നിട്ട് കൊള്ളായിരുന്നു. അപ്പോൾ എന്നിട്ട് സോണ് അനുസരിച്ച് അങ്ങോട്ട് പോകായിരുന്നു. സോൺ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടുന്ന് കണ്ട ഗൈസ് ഒരുത്തനാണെങ്കിൽ അടിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവനെ അങ്ങ് തീർക്കാനായിട്ട് നോക്കാം. നല്ല രീതിക്ക് അവൻ ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവൻ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോണും വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് എന്തോ അവനെ അടിച്ചിടാൻ പോകുന്നത്. ആ സോണ് നമ്മുടെ കവറിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അവനെ മറ്റേ പെട്ടെന്ന് വെള്ളമൊക്കെ ക്രോസ് ചെയ്ത് അടിച്ചിടാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ അവനെ അടിച്ചിട്ടിട്ട് വേണം അടുത്ത നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് അങ്ങോട്ട് വാങ്ങാനായിട്ട്. ഹിറ്റ് ലിസ്റ്റ് വാങ്ങിയിട്ട് അവനെ തപ്പി പോകണം. തൽക്കാലം ഇവിടെ ആണ് സോൺ ഇങ്ങോട്ട് വരുന്നു. വണ്ടി എങ്ങാനും എടുത്ത് സോണിനകത്ത് കയറേണ്ടതാണ് നമുക്ക് തൽക്കാലം. ഇപ്പോൾ മറ്റവന് ചത്തയിൽ വിഷമമുണ്ട് ഗൈസ് ചെറിയതായിട്ട്. അവനാണെങ്കിൽ നമ്മുടെ കൂടെ നിന്നാണ്. എന്തായാലും കുഴപ്പമില്ല. നമുക്കപ്പോൾ വണ്ടിയിൽ എടുത്തോണ്ട് പോകാം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ സ്കിന്ന് എങ്ങനെയുണ്ട് ഗൈസ്? ഡയർ മെക്കാഡിഷൻ എങ്ങനെയാണ് ഗൈസ് ഈ വണ്ടിയുടെ സ്കിന്ന്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് മറ്റേ മെക്കാട്രാക്കിൻ്റെ മറ്റേ എക്സ്ചേഞ്ച് ചെയ്താണ് ഗൈസ് ടോക്കൺ കൊടുത്ത്. ഇതിൻ്റെ അടിയിൽ കൂടെ പോകുവാണ് ഈ സ്പോർട്സ് കാറൊക്കെ. ഭയങ്കര പവറാണ് ഈ ഒരു കാറിന്. ഇതാണെങ്കിൽ അടിയിൽ കൂടെ ഒക്കെ പോകുന്നത്. റേസിങ്ങിനൊക്കെ നല്ല കാറാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബസ് ഏരിയയിലൊക്കെ ഓക്കെ. അതുകൊണ്ട് ഇവിടെ ഗൈസ് ഒരു വീടുണ്ട്. നല്ലൊരു വീടാണ്. ഇതിനകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റും ഗൈസ്. ഇവിടുന്ന് സോണിനകത്തോട്ട് കയറി വരുന്നവന്മാരെ അടിച്ചിടാനായിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. ഓക്കെ. പണ്ടൊക്കെ ഞാൻ ഇതുപോലത്തെ വീടുകളിലായിരുന്നു ഗൈസ് കയറി ഇരുന്ന് അവന്മാരെയൊക്കെ അടിച്ച് തൂക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ അവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് തൽക്കാലം നോക്കാം. കയ്യിലിപ്പോൾ ഒരു SVD മാക്കോ എല്ലാം ഒന്നുമില്ല. പിന്നെ ഒരു സൈത്തുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു വീടിൻ്റെ അവിടെ ആരൊക്കെ നടക്കുന്ന പോലൊക്കെ സൗണ്ട് കേൾക്കാം ഗൈസ്. അത് വൈബ്രേഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ബൈക്കൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ ഗൈസ്. അവിടെ ആരോ ലോഞ്ച് പാഡ് ഉപയോഗിച്ച് അവിടെ പൊങ്ങിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ലോഞ്ച് പാഡ് യൂസ് ചെയ്ത് അങ്ങോട്ട് അതേ രീതിയിൽ തന്നെ ഇങ്ങനെ പൊങ്ങിപ്പോയാൽ മിക്കവാറും അവനവിടെ കാണും ഗൈസ്. ഫാം ടോപ്പിയുടെ മേളിലാണ് ഗൈസ്. അതുകൊണ്ട് അവനവിടെ മറ്റേ നിൽക്കുന്നു. അവനെ ജസ്റ്റ് ചെറിയതായിട്ടൊരു ഡാമേജ് കൊടുക്കുന്നു. പിന്നെ അവൻ അവിടെ കവർ എടുത്തില്ല ഗൈസ്. അവനെ ആരെ കൊല്ലാൻ വന്നിട്ടുണ്ടാന്ന് തോന്നുന്നു. കവർ പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് ഗൈസ് കണ്ടത്. പിന്നെ മേളിൽ ചാടി കയറാൻ പറ്റത്തില്ല. എന്തായാലും ഫാം ടോപ്പിയുടെ മേളിൽ കയറി എന്തായാലും നന്നായി. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല രീതിക്ക് അവൻ്റെ ലൂട്ട് ബോക്സ് അത് ലൂട്ട് ചെയ്യാം. അവൻ്റെ അടുത്ത് എനിമീസ് കാണാൻ ചാൻസ് ഉണ്ട്. ആ ഗൈസ് മേളിൽ നിർത്തുന്ന ആണ്ട വരുന്നിട്ട് അവനെ ഒന്ന് അടിച്ച് പടമാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് സ്കൈലറിൻ്റെ ടാലൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ സൈബർ എയർ ഡ്രോപ്പിനകത്ത്. അപ്പോൾ അത് ഇട്ടു. പക്ഷെ അവന് പിന്നെ വാളിട്ട് അങ്ങോട്ട് മാറിയിരുന്നു ഗൈസ്. അതിനിപ്പോൾ ലോഞ്ച് പാഡ് ഉപയോഗിക്കാൻ വഴിയുള്ളൂ ഗൈസ്. അവനാണ് വേണ്ട അറ്റാക്കൊക്കെ ചെയ്തു. പക്ഷെ അറ്റാക്ക് തീരുന്നതിന് മുമ്പ് നമ്മൾ ലോഞ്ച് പാഡ് ഇങ്ങോട്ട് മുങ്ങി വന്നു ഗൈസ്. ഫോണിനകത്തൊക്കെ ഈ അവസാന നിമിഷങ്ങളിലൊക്കെ ഭയങ്കര ഡാമേജാണ് ഗൈസ്. എന്തായാലും അപ്പം അത് ഉപയോഗിക്കാൻ നന്നായി. ഇവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ട് വെക്കാം. ഇവിടുത്തെ ആ ട്രാക്ടർ കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമോ സീനും കാര്യങ്ങളൊന്നും ഇല്ല. മേളിൽ നിന്ന് അവൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇല്ല. പിന്നെ പുറകിലും കൂടെ ഒരു ഗ്ലൂ വാൾ ഇട്ട് ഗൈസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പുറകിൽ നിന്ന് അറ്റാക്ക് വരത്തില്ലല്ലോ. പുറകിൽ നിന്ന് നമ്മളെ ഒട്ടിച്ചിട്ട് പോകുന്ന കുറച്ച് അവന്മാരുണ്ട് ഗൈസ്. അതൊക്കെ എനിക്ക് ആ ഒരു ഇത് അറിയാം. ഞാൻ അങ്ങനെ കുറേ ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് മുഖ്യം ബുവയാണല്ലോ. ബുവ മുഖ്യം ബിഗില്ല അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ബുവയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരോ ഡ്രോപ്പ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് അവിടെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല ലൂട്ട് കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഫൈനൽ സോണായിട്ട് നല്ലൊരു SMG ഒപ്പിക്കണം. SMG കിട്ടുമോയെന്ന് അറിഞ്ഞൂടെ നല്ലത്. എന്നാലും SMG ഒപ്പിക്കണം. ഓക്കെ. മിക്കവാറും ഗൈസ് ഫൈനൽ സോണ് ലാസ്റ്റ് സോണാണ്ട് ഇവിടെയാണ് ഗൈസ്. അപ്പോൾ മേളത്തെ അവൻ എൻ്റെ അമ്മ അവിടെ നിന്ന് നല്ല ഡാമേജ് ആയിരുന്നു. സൂപ്പർ മെഡ് അവിടെ ഇച്ചിരി ജസ്റ്റ് ഇപ്പം പൊട്ടാൻ പോയതുപോലെയാണ് ഗൈസ് നിൽക്കുന്നത്.
ഓക്കെ ജസ്റ്റിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഓക്കെ ഈ സോണാണെങ്കിൽ നിൽക്കുന്നില്ല. ഇതാണെങ്കിൽ അവിടെ എങ്ങാനും പോയി എന്നിട്ട് ജയിക്കാന്ന് കരുതുമ്പോഴത്തേക്ക് സോണാണെങ്കിൽ അവിടെ നിൽക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൂപ്പർ മെഡിക്കറ്റ് അങ്ങ് അടിച്ച് കയറ്റാം. ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടുത്തെ മാച്ച് കഴിയുന്നങ്ങ് പോയായിരുന്നു. പക്ഷെ ജസ്റ്റിന് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇനി അവന്മാരെ സോണിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല ഡാമേജ് എടുത്തിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ അടിച്ചങ്ങ് തീർത്താൽ മതി. ഗൈസ് അവൻ്റെ കയ്യിൽ സ്കൈലറിയും ഗൈസ്. ഓക്കെ ഇവിടെ ഗ്ലോൾ ഇട്ട് നിൽക്കാം. അതെ ഇനി ഇങ്ങോട്ടിടാം. ഓക്കെ ഗൈസ് അപ്പോൾ അവന് സ്കൈലർ ഇട്ടൊന്നും കാര്യമായില്ല. നമുക്കപ്പോൾ ബാക്കി നടി വരുന്നത് ഗൈസ്. ബാക്കി നടി വരെ അത് തീർക്കാതിരിക്കാൻ എൻ്റെ അമ്മ ജസ്റ്റിനാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെടുന്നത്. അവനെ അവിടെ തളച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ലാസ്റ്റ് സോൺ അങ്ങോട്ടാണ്. ഇനി കുറച്ച് അവന്മാരുണ്ട്. ഫൈനൽ ഫൈറ്റ് 5 ആയി. അപ്പോൾ ഇവന്മാരുടെ ഇടയ്ക്ക് എന്നിട്ട് വേണം ഗൈസ് നമ്മൾ ഈ മാച്ച് പോയി അടിക്കാനായിട്ട്. പിന്നെ ആ സോൺ അങ്ങോട്ട് നീങ്ങുന്ന ടൈമിൽ നമ്മൾ അങ്ങോട്ട് പോകണം. അവനാണെങ്കിൽ ഗണ്ണ് സ്കോപ്പും വെച്ചോണ്ടിരിക്കുക നമ്മുടെ വായിക്കകത്തോട്ട് കയറി അല്ലാനായിട്ട്. പക്ഷെ സോൺ എൻ്റെ ഭാഗ്യത്തിന് അങ്ങോട്ട് വന്നു ഗൈസ്. സോണകത്ത് ഇച്ചിരി കയറിയിട്ടാണെങ്കിൽ അവനവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇഷ്ടം പോലെ മെഡിക്കറ്റ് ഇരിക്കുകയല്ലേ. ഇഷ്ടം പോലെ മെഡിക്കറ്റ് ഇരിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അവിടുന്ന് അവനവിടുന്ന് സ്കൂട്ടാന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതാണ് ഫൈനൽ സോൺ ഗൈസ്. പിന്നെ ഇവിടെ എന്ത് സംഭവിക്കാം എങ്ങനെ സംഭവിക്കാം. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒരെണ്ണത്തിന് മാറുകയാണെങ്കിൽ നമ്മുടെ ഗുയ തന്നെ അങ്ങ് വെള്ളത്തിൽ ആയിപ്പോവും. ഇത്രയും കില്ല് രണ്ടെണ്ണമെങ്കിൽ അത് എടുത്ത കാര്യം. ഈ നിമിഷത്തെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഈ വീഡിയോസ് എത്തിച്ചു കൊടുത്തവരെ ഫ്രീ ഫയർ നല്ല ബുയ അടിക്കാനായിട്ട് ചാൻസ് കൂട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം കണ്ടുകൊണ്ട് എല്ലാവരോടും പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ചാലഞ്ച് വീഡിയോസും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ചാലഞ്ച് ബുയ ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബുയ അടിക്കാനായിട്ട് ഇനി എന്താണ് ഗൈസ് 3 ആൾക്കാർ ഞാൻ ഒഴിച്ച് ബാക്കി 2 അലൈവ് ഉണ്ട് ഗൈസ്. അപ്പോൾ ലാസ്റ്റ് സോൺ ഇപ്പം അങ്ങോട്ട് പോകും. ഓക്കെ അവൻ്റെ അടുത്തൊന്ന് ഈ സാധനം ഡ്രാഗൺ ഫ്രൈസ് ഇട്ടു. പക്ഷേ റേഞ്ച് പോവില്ല. ചൂട് അടുത്തോട്ട് എന്നിട്ട് വേണമായിരുന്നു ഡ്രാഗൺ ഫ്രൈസ് ഇടാനായിട്ട്. എന്തായാലും ഇവിടെ നിൽക്കാം. സോണ് ആരെയും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവനെ അപ്പം അടിച്ചിടാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ അവിടുന്ന് ഒരാളുടെ അനക്കം പോലും കേൾക്കുന്നില്ല ഗൈസ്. ഈ സാധനം അങ്ങോട്ട് പറത്തിയിടാം. എവിടെയൊക്കെയാണ് എനിമി ഉള്ളതെന്ന് നോക്കാമല്ലോ. അങ്ങനെ നോക്കുന്ന ടൈമിൽ വേണ്ട ഗൈസ് അങ്ങ് അവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ മറ്റേ അവിടെ സോൺ വരുന്നുണ്ടാണെന്ന് തോന്നുന്നത്. അവനാണെങ്കിൽ ആ പുറത്തോട്ട് ഇറങ്ങി നടക്കും. മറ്റവനാണെങ്കിൽ നമ്മളെ അടിക്കാനായിട്ട് വിട്ടില്ല ഗൈസ്. നമ്മൾ അപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഇട്ടു ആ ഒരു ഗ്ലൂവാള്. ഓക്കെ എങ്ങനെയാണെങ്കിൽ ഒരു മറ്റവൻ ഇവനെ അങ്ങ് അടിച്ച് തീർത്തിട്ട് നമുക്ക് ഒരു 3 കില്ലിന് നമുക്ക് വേണമെങ്കിൽ അടിക്കാൻ കൊണ്ടുപോയി. സോണ് വരുന്നുണ്ട് ഗൈസ്. ആ ഗൈസ് നമ്മുടെ ഫൈനൽ എനിമിയാണ് ഗൈസ് ഇവൻ. ഓക്കെ സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറി. ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് മറ്റേ മെഡിക്കറ്റുള്ള അടിക്കാൻ സമയമുണ്ട് ഗൈസ്. അവസാന നിമിഷങ്ങളാണ്. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഹൃദയങ്ങത്തെ ഡ്രം കിട്ടുകയാണ് ഗൈസ്. അപ്പോഴത്തേക്കും അവനവിടെ നിന്ന് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് അതിൻ്റെ ഈ പണ്ടാത്ത സോണാണെങ്കിൽ അവനാണെങ്കിൽ മറ്റേ സാധനമൊക്കെ എടുത്തു. ഞാനിവിടെ 20 ഞാൻ ഓർത്തത്. അങ്ങനെ അവൻ താഴെ കിടന്നത് ഗൈസ്. അവൻ്റെ സാഹചര്യം അങ്ങനെ ഗൈസ് നമ്മൾ ഈ മാച്ച് പോയി അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ചാലഞ്ച് വേണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അത് കഴിഞ്ഞ് ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ ബൈ.